ദിവ്യകാരുണ്യ ഈശോ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ. ഇത് ഇരിങ്ങാലക്കുട രൂപതയിലെ കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയത്തിലെ വികാരിയും BLM ധ്യാന കേന്ദ്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഫാദർ റോബിൻ പാലാട്ടി. ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന അനുഭവങ്ങൾ റോബിനച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, എൻ്റെ പേര് ഫാദർ റോബിൻ പാലാട്ടി. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദികനാണ്. 17 വർഷമായി പട്ടം കിട്ടിയിട്ടുള്ള അച്ഛനാണ്. 2007 ജനുവരി 3-ാം തീയതിയാണ് ഞാൻ പട്ടം സ്വീകരിച്ചത്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയത്തിലെ വികാരിയായിട്ടും ഒപ്പം രൂപതയുടെ ബെറ്റർ ലൈഫ് മൂവ്മെൻറ്റ് BLM ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറുമായിട്ടാണ്. എൻ്റെ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നൊരാഗ്രഹം കളക്ടറായി തീരുക എന്നുള്ളതായിരുന്നു. 5-ാം ക്ലാസ് മുതൽ ഈ ഒരു ആഗ്രഹവുമായിട്ട് ഞാൻ പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ 10-ാം ക്ലാസ്സിൽ ജൂഡ് എന്ന് പറയുന്ന ഒരു ബ്രദർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നു. കപ്പൂച്ചിൻ സഭയിൽപ്പെട്ടൊരു ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവവും എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ച് ഞാൻ അവിടെ നിന്ന് വെക്കേഷൻ ടൈമിൽ കപ്പൂച്ചിൻ ആശ്രമത്തിലേക്ക് ക്യാമ്പിനായി പോവുകയാണ്. ക്യാമ്പിനായി പോകുന്നു. കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചെന്ന് ക്യാമ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഇടവകയിൽപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ 2 അച്ഛന്മാർ, റവറൻ ഫാദർ വർഗീസ് പെരേപ്പാടൻ, റവറൻ ഫാദർ ജോയ് പെരേപ്പാടൻ, 2 അച്ഛന്മാർ വന്ന് എന്നോട് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ദൈവളെക്കുറിച്ച് എന്നോട് ഷെയർ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഒരാശയം, ഇടവക വൈദികനായി തീരുക എന്നുള്ളൊരു ചിന്തയാണ് പിന്നീട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇടവക വൈദികനായി തീരുവാനായിട്ട് ഇരിഞ്ഞാലക്കുട രൂപതയിലെ മൈനസ് സെമിനാരിയിലേക്ക് കടക്കുന്നത്. ഞാൻ മൈനസ് സെമിനാരിയിലേക്ക് വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവേശിക്കുമ്പോൾ എന്നിലുണ്ടായിരുന്ന ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത, എന്നിലേക്ക് തന്നെ ഉൾവലിയുന്നൊരു സ്വഭാവം, ഒരു ഇൻട്രോവേർട്ട് നേച്ചറായിരുന്നു. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ടുള്ള മടി കൊണ്ട് ഞാൻ അതിൽ നിന്നൊരു എസ്കേപ്പിസം പോലെ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം ചാപ്പലിൽ ഈശോയുടെ മുമ്പിൽ ചെന്നിരിക്കുക എന്നുള്ളതായിരുന്നു. ഒരു എസ്കേപ്പിസമായിട്ടാണ് ഞാൻ ഈശോയുടെ മുമ്പിൽ ചെന്നിരുന്നതെങ്കിലും പിന്നീട് ഈശോ എൻ്റെ ഹൃദയത്തെ തൊടുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്കത് ശരിക്കും എന്നെ സ്പർശിച്ച് എന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ അപ്പൻ അറ്റാക്കായിട്ട് മരിക്കുന്നൊരു സംഭവം കടന്നു വരികയാണ്. അറ്റാക്കായിട്ട് മരിക്കുമ്പോൾ ഞാൻ സെമിനാരിയിൽ നിന്ന് എല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞു, മോനെ നീ വീട്ടിലേക്ക് പൊക്കോ, പക്ഷെ എന്തെങ്കിലും നിനക്ക് തിരിച്ചു വരണമെന്ന് തോന്നിയാൽ ഞങ്ങൾ 2 കൈ നീട്ടി നിന്നെ സ്വീകരിക്കുമെന്ന്. ഞാൻ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ചെന്നിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച്, ഈശോയെ, എൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സഹനത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ്, ഒരു ശരിയായ തീരുമാനമെടുക്കാൻ നീ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സെമിനാരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ ആത്മീയ പിതാവിന് പറഞ്ഞു, പിതാവേ, ഞാൻ അമ്മയോടുകൂടെ അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന് അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അമ്മേ, ഞാൻ തിരിച്ച് സെമിനാരിലേക്ക് പോകണോ? ഞാൻ വീട്ടിലെ മൂത്ത മകനായതുകൊണ്ട് അമ്മയ്ക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കണമെന്നായിരുന്നു എൻ്റെ ഉള്ളിൽ ആഗ്രഹം. അതേസമയം ഒരു വൈദികനായി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈശോയുടെ കൂടെ ആയിരിക്കണമെന്നൊരു ചിന്തയും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നിനക്ക് ദൈവവിളി തന്നത് ഈശോയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടായാലും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നീ അതിന് ഉത്തരം കണ്ടെത്തണം. ഒരിക്കലും നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നിൻ്റെ ദൈവവിളിയെ ബാധിക്കാൻ നീ അനുവദിക്കരുത്. എന്ന അമ്മയുടെ വലിയൊരു സപ്പോർട്ടാണ് തിരിച്ച് ഞാൻ സെമിനാരിലേക്ക് വരാനായിട്ട് സഹായിച്ചത്. ഞാൻ സെമിനാരിലേക്ക് തിരിച്ചു വന്നപ്പോൾ പിന്നീട് ഞാൻ ഈശോയുടെ മുമ്പിലിരുന്നത് ഒരിക്കലും എസ്കേപ്പിസ് ആയിട്ടല്ല ഞാൻ ഈശോയുടെ മുമ്പിലിരുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും വിഷമങ്ങളിലും എനിക്ക് വലിയൊരു കൂട്ടായിട്ടുള്ള താങ്ങായിട്ടുള്ള ഒരു അപ്പനെന്ന രീതിയിലാണ് എനിക്ക് പിന്നീട് ഈശോയുമായിട്ടുള്ള എൻ്റെ ബന്ധം എനിക്ക് ആഴത്തിൽ ഊട്ടിയിറപ്പിക്കാൻ സാധിച്ചത്.
പ്രിയ നിറഞ്ഞവരെ, മൈനർ സെമിനാരിയിൽ എൻ്റെ പഠനം, എൻ്റെ പ്രവർത്തനമൊക്കെ വിജയകരമായി പൂർത്തിയാക്കുവാനായിട്ട് ദിവ്യകാരുണ്യ ഈശോ എന്നെ സഹായിച്ചു. തുടർന്ന് അവിടുന്ന് ഞാൻ മേജർ സെമിനാരിയിലേക്ക് ചെന്നു. കോട്ടയം വടവാതൂർ സെമിനാരിയിലാണ് ഞാൻ ഫിലോസഫി പഠനകാലം ചെലവഴിച്ചത്. ഫിലോസഫി പഠനകാലത്തിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഓരോ വർഷവും റിപ്പോർട്ട് റെക്ടറച്ചൻ പിതാവിനെ അറിയിക്കും. ആ വെക്കേഷൻ കാലത്ത് പിതാവ് ഞങ്ങളെല്ലാം വിളിച്ച് ഞങ്ങളുടെ റിപ്പോർട്ട് വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ ഒന്നാമത്തെ ഫിലോസഫി വർഷം കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് വായിച്ച് കേൾപ്പിക്കാൻ പിതാവ് എന്നെ വിളിച്ചു. പിതാവിൻ്റെ മുമ്പിൽ ഞാനിരുന്നു. പിതാവിൻ്റെ റിപ്പോർട്ട് വായിക്കുകയാണ്. അതിൽ റെക്ടറച്ചൻ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. വളരെ എക്സലൻ്റ്, സ്റ്റഡീസിൽ എക്സലൻ്റ് ആണ്, പ്രാർത്ഥനയിൽ എക്സലൻ്റ് ആണ്, കളികളിൽ എല്ലാത്തിലും എക്സലൻ്റ് ആണ്. പക്ഷേ അവസാനം കൂട്ടി ഒരു വാചകം ഇങ്ങനെ റെക്ടറച്ചൻ എഴുതി വെച്ചിരിക്കുന്നു: ഹീ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദ പ്രീസ്റ്റ്ഹുഡ് ബിക്കോസ് ഹീ ഈസ് നോട്ട് സോഷ്യൽ, ഹീ ഈസ് നോട്ട് മിംഗ്ലിംഗ് വിത്ത് അതേഴ്സ്. ഇവൻ പൗരോഹിത്യത്തിന് യോജിച്ചൊരു വ്യക്തിയല്ല, മറിച്ച് ഇവൻ ഒരു സോഷ്യലല്ല, മറ്റുള്ളവരെ മിങ്കിൾ ചെയ്യുന്നില്ല എന്നൊരു കുറിപ്പ് ഏറ്റവും അവസാനം. പിതാവ് എൻ്റെ മുഖത്തേക്ക് നോക്കി, മോനെ, എത്രയോ നല്ല റിപ്പോർട്ടാണ് ഏറ്റവും ആദ്യ ഭാഗത്ത്, പക്ഷെ അവസാനം റെക്ടറച്ചൻ നീ പൗരോഹിത്യത്തിന് യോജിച്ച വ്യക്തിയല്ല എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ പിതാക്കന്മാർ ഇങ്ങനെ റിപ്പോർട്ട് വന്നാൽ ഉടനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ആവശ്യപ്പെടാം. പക്ഷേ എൻ്റെ അന്നത്തെ പിതാവായിരുന്ന ജെയിംസ് പഴയറ്റിൽ പിതാവ് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യുക, ഫിലോസഫി പഠനം സമാപിക്കുന്നവരെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യും. റിപ്പോർട്ട് തേർഡ് ഇയറിൽ വ്യത്യസ്തമായി വന്നാൽ നിനക്ക് ഈ ഒരു വൈദിക ജീവിതം കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ നിന്നെ അനുവദിക്കും എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് വിടുന്നത്. എന്ന് പറഞ്ഞവരെ, ശരിക്കും എന്നെ സംബന്ധിച്ചുള്ള അതെനിക്ക് വലിയൊരു വിഷമമായിരുന്നു. കാരണം എനിക്ക് അത്രമാത്രം ഈശോയോട് ഒന്നു ചേർന്നിരിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അതിനു വേണ്ടി എൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ടെങ്കിലും ഞാൻ അന്ന് മുതൽ സെമിനാരി തിരിച്ച് ചെന്ന് അന്ന് മുതൽ രാത്രി ലലിക്ക് ശേഷം ഞങ്ങളുടെ മുകളിലുള്ള ഒരു ചാപ്പലിൽ, അവിടെ ദിവ്യകാരുണ്യ ഈശോയും അതുപോലെ ഈശോയുടെ കുരിശുരൂപമാണ്, അവിടെ ഇരുന്ന് മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈശോയുടെ മുമ്പിൽ. എൻ്റെ ഈ ഒരു സഹനത്തിൻ്റെ വേളയിലും എൻ്റെ പ്രതിസന്ധിയിലും എനിക്ക് താങ്ങായി നിൽക്കുന്ന, കൂട്ടായി നിൽക്കുന്ന, എന്നെ ശക്തിപ്പെടുത്തുന്ന ആ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ പല രാവുകളും ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പലപ്പോഴും ഞാൻ രാവിലെ ബെല്ലടിക്കുമ്പോഴാണ് പലപ്പോഴും ഞാൻ കണ്ണു തുറക്കാറുള്ളത്. എൻ്റെ കമറാത്തയിൽ ഞാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോലും പലപ്പോഴും എനിക്ക് സാധിക്കാറില്ലായിരുന്നു. പക്ഷേ ആ ദിനങ്ങളിലെല്ലാം തന്നെ ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി, ഒരു കൃപ എന്നെ ശക്തമായിട്ട് എന്നെ നയിച്ചിരുന്നു. ശരിക്കും ഒരു അത്ഭുതകരമായ രീതിയിലാണ് പിന്നീടുള്ള വർഷത്തിലെ റിപ്പോർട്ട് ഞാൻ എൻ്റെ പിതാവിനെ വായിച്ചേൽപ്പിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഈ ബ്രദർ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റെക്ടറച്ചൻ റിപ്പോർട്ട് ചെയ്തു. ഞാനിപ്പോഴും എന്താ പറയുക, അത്ഭുതത്തോടു കൂടിയാണ് റിപ്പോർട്ട്. കാരണം എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട്, ദിവ്യകാരുണ്യ ഈശോയുടെ ആ സാന്നിധ്യവും സംരക്ഷണവും കൃപയുമാണ് ഇത്രയും നല്ല രീതിയിൽ ഒരു റിപ്പോർട്ടാക്കി മാറ്റിയതും അങ്ങനെ എൻ്റെ സെമിനാരി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വൈദികനാകുവാനായിട്ടുള്ള ആ ഒരു പ്രേരണയിൽ മുന്നോട്ട് നയിച്ചത് ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യവും ശക്തിയാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. റീജൻസി കാലഘട്ടത്തിന് ശേഷം തിയോളജി പഠനത്തിനായി ഞാൻ ചെന്നൈയിലെ പൂന്തമല്ലി സെമിനാരിയിലെ തിരുഹൃദയ സെമിനാരിയിലാണ് ഞാൻ ചേർന്നത്. അവിടുത്തെ പഠനത്തിന് ശേഷം 2007 ജനുവരി 3 പട്ടം സ്വീകരിച്ചു. തുടർന്ന് എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടാണ്. ഒരു ദൈവനിയോഗമായിട്ടാണ് പ്രിയ നിറഞ്ഞവരെ ഈ കോട്ടയിലെ എൻ്റെ അപ്പോയിൻമെൻറ്റിന് ഞാൻ കാണുന്നത്. കാരണം ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിൽ
ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് എന്തോ ഒരു അസ്വസ്ഥത, ചുറ്റുപാടുമുള്ള ചില ദുർമാതൃകളിൽ നിന്നൊക്കെ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു അസ്വസ്ഥത ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശബ്ദകോലാഹലങ്ങളോടും അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു അകൽച്ചയായിരുന്നു. ഒരു ആന്തരിക മുറിവ് പോലെ എൻ്റെ ഉള്ളിൽ കിടന്നിരുന്നൊരു കാര്യമായിരുന്നു ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് അകൽച്ച. ശരിക്കും ഈശോ അത് സുഖപ്പെടുത്താൻ വേണ്ടിയാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഈ പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിലേക്ക് ഞാൻ വന്ന ഉടനെ എൻ്റെ വികാരിച്ചൻ പറഞ്ഞു, മോനെ, ഇവിടുത്തെ കൊച്ചച്ഛൻ സാധാരണ എല്ലാ വെള്ളിയാഴ്ചകളിലും പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഉച്ചയ്ക്കുള്ള പ്രഭാഷണം, 1 മണിക്കൂർ പ്രഭാഷണം, വചനം നീ പ്രഘോഷിക്കണം. എനിക്ക് എന്താ പറയുക, അത് ശരിക്കും ഒരു എന്താ പറയുക അനുഭവത്തിൻ്റെ തലമായിരുന്നു. കാരണം എൻ്റെ ഉള്ളിലെ ഒരു അവസ്ഥ, ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കിടക്കുന്നു. ഒപ്പം വികാരിച്ചൻ പറയുന്നു, എങ്കിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ പോട്ടയിലേക്ക് ചെല്ലുന്നു. അവിടെ വെള്ളിയാഴ്ചകളിൽ 1 മണിക്കൂറുള്ള വചന പ്രഘോഷണം നടത്തുന്നു. ഈ നിറഞ്ഞവരെ ശരിക്കും ആ പോട്ടയിൽ ചെന്ന് ആ വചന പ്രഘോഷണ വേളയിലും ഒപ്പം തന്നെ അവിടുത്തെ ശുശ്രൂഷകളിലൊക്കെ ഞാൻ ഇൻവോൾവഡ് ആകാൻ തുടങ്ങിയപ്പോൾ തമ്പുരാന് വലിയൊരു മഹത്വം, അവിടെ കടന്നു വരുന്ന മനുഷ്യരിലേക്ക് തമ്പുരാൻ പ്രവർത്തിക്കുന്ന വിധങ്ങളൊക്കെ നേരിട്ട് കാണുവാൻ എന്നെ സഹായിച്ചു. ശരിക്കും എൻ്റെ ഉള്ളിലെ ഒരു ആന്തരിക മുറിവിനെ സുഖപ്പെടുന്ന ഒരു പ്രോസസ്സിലായിരുന്നു കർത്താവ് ശരിക്കും. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വ്യത്യസ്തമായ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. ഞാൻ അവിടെ ബൈബിൾ ക്ലാസ് എടുത്ത് കൊടുക്കുമായിരുന്നു. ബൈബിൾ ക്ലാസ്സിലുള്ള കുറച്ച് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒരുമിച്ച് ഞങ്ങൾ ഞായറാഴ്ചകളിൽ വൈകിട്ട് കുർബാനയ്ക്ക് മുമ്പായിട്ട് ഒരുമിച്ച് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം ദിവികാരൻ്റെ സന്നിധിയിൽ ഈ പ്രയർ ഗ്രൂപ്പിലെ സഹോദരന്മാരോട് കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു അമ്മച്ചി വീട്ടമ്മ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നമ്മുടെ കൊച്ചച്ഛന് വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ ഉള്ളിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് ഒരു അകൽച്ച തോന്നി, അതൊരു ആന്തരിക മുറിവായിട്ട് കിടക്കുകയാണ്. നമുക്ക് ശക്തമായി കൊച്ചച്ഛനെ സമർപ്പിച്ചുകൊണ്ട് ദിവികാരൻ ഈശോയോട് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആ വീട്ടമ്മ പങ്കുവെച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കും അതൊരു അത്ഭുതമായിരുന്നു. കാരണം ആരോടും പറയാതെ എൻ്റെ ഉള്ളിൽ ഞാൻ അടച്ചുപൂട്ടിയിരുന്ന ഒരു ചിന്തയായിരുന്നു ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോടുള്ള എൻ്റെ ഉള്ളിലെ ആന്തരിക മുറിവ്. ദിവികാരൻ ഈശോ കൃത്യമായി ഒരു ദർശനത്തിലൂടെ ആ സഹോദരിക്ക്, ആ വീട്ടമ്മയ്ക്ക് അത് കാണിച്ചു കൊടുക്കുകയും ആ ഗ്രൂപ്പിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശരിക്കും ഒരു ആന്തരികമായ ഒരു സൗഖ്യത്തിലേക്ക് എന്നെ നയിച്ച വലിയൊരു അനുഭവമായിരുന്നു ആ ഒരു പ്രാർത്ഥനാ വേള, ദിവികാരൻ ഈശോയുടെ മുമ്പിലുണ്ടായിരുന്ന ആ പ്രാർത്ഥനാ വേളയുടെ സമയം. പ്രിയ നിറഞ്ഞവർ, ശരിക്കും അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് എൻ്റെ കോട്ടയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പറപ്പൂക്കരയിലേക്കാണ് ഞാൻ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് ചെല്ലുന്നത്. അപ്പോൾ പറപ്പൂരിലേക്ക് മാറ്റം തരുന്ന സമയത്ത് ജെയിംസ് പിതാവ്, എൻ്റെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ ജെയിംസ് പഴയത്തിൽ പിതാവ് പറഞ്ഞു, മോനെ, നീ ചെന്നൈയിലാണ് പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് പറപ്പൂക്കര ഒരു 5-6 മാസം നീ ശുശ്രൂഷ ചെയ്തതിന് ശേഷം ചെന്നൈയിലേക്ക് നീ പോകണം. അവിടെ നിനക്ക് ലാംഗ്വേജ് അറിയാം, ഭാഷ അറിയാം, അവിടെ ഒരു മിഷണറി ആയിട്ട് നീ പ്രവർത്തിക്കണം, ഇടവകൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞ് ഓൾറെഡി എന്നെ ഒന്ന് ഒരുക്കിയിരുന്നു. അപ്പോൾ ജെയിംസ് പിതാവിനോട് പറയുന്ന സമയത്ത് ഞാൻ, ജെയിംസ് പിതാവേ, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഒരു 4-5 വർഷം കൂടി ഞാൻ നാട്ടിൽ നിന്നതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. ഉടനെ പിതാവിനോട് പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ തീരുമാനം പറയേണ്ട, ഒരു നവംബർ-ഡിസംബർ ആയിട്ട് നീ എന്നോട് തീരുമാനം പറഞ്ഞാൽ മതി എന്ന് എന്നോട് പിതാവ് ഇങ്ങനെ സൂചിപ്പിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ മാറ്റം സ്വീകരിച്ച് പറപ്പൂക്കരയ്ക്ക് വന്നു. പറപ്പൂക്കരയിൽ അപ്പോൾ എൻ്റെ വികാരിയായിരുന്നത് ആൻഡോ പാറക്കാടനച്ഛനാണ്. അച്ഛൻ്റെ ഒരു മനോഹരമായ പതിവ്, ഞങ്ങൾ 2 പേരും എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഞങ്ങൾ സക്രാനയുടെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഏറ്റവും ശാന്തമായി ദിവികാനീശ്വരുടെ മുമ്പിലിരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനങ്ങനെ വന്ന് ഈ പറയുന്ന പ്രാർത്ഥന അവിടെ അപ്പോയിൻമെൻറ്റ് സ്വീകരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ കുർബാനയ്ക്ക് ശേഷം എൻ്റെ മുറിയിലിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങൾ എന്നെ വിളിച്ചു. അമ്മ വീട്ടിൽ മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ തേങ്ങ വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ് എന്ന് പറഞ്ഞ് പെങ്ങൾ എന്നെ വിളിച്ചു. പെങ്ങൾ വിളിച്ച ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ഷോക്കാണ് ഉണ്ടായത്. കാരണം എൻ്റെ വളരെ ചെറുപ്പത്തിലുള്ള എൻ്റെ ഒരു ഓർമ്മ, ഞങ്ങളുടെ വീട് പണിയുടെ സമയത്ത് അമ്മയുടെ തലയിൽ ഇഷ്ടിക വീണ് തല ഇങ്ങനെ നെടുകെ പൊളിഞ്ഞതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രക്തം വാർന്നു നിൽക്കുന്ന അമ്മ എൻ്റെ കൺമുമ്പിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ഓർമ്മയുണ്ട്, ഏറ്റവും കുഞ്ഞു ചെറുപ്പത്തിൽ. ഉടനെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ആ ഒരു ഓർമ്മയാണ്, ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. എനിക്കൊരു ഷോക്കായിട്ട് മാറി. ഞാൻ ഒരു നിമിഷം തരിച്ചു നിന്നു. പിന്നീട് ഞാൻ വേഗം വണ്ടിയെടുത്ത് വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് അമ്മച്ചിയെ കോട്ട ധന്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു.
ധന്യ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് അമ്മച്ചിയെ കൊണ്ടുപോയേക്കാമെന്ന്. ഞാൻ തിരിച്ച് വീട്ടിൽ വളരെ ആകാംക്ഷയോടെ, വളരെയധികം വിഷമത്തോടെ, വളരെ ഭയത്തോടു കൂടി ഞാനിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പെങ്ങളും അളിയനും അമ്മയും കൊണ്ടുവന്ന് അമ്മ യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പമില്ലാതെ വളരെ സുഖ രൂപത്തിൽ ഒരു പ്രശ്നമില്ലാതെ നടന്നു വരുന്നതാണ് കണ്ടത്. ഞാൻ വേഗം ചെന്ന് ചോദിച്ച് വിശേഷം ചോദിച്ചാൽ അമ്മ പറഞ്ഞു, മോനെ ഒരു കുഴപ്പമില്ലടാ, തലയിൽ തേങ്ങി വീണു, ചെറിയൊരു ചതവ് മാത്രമേ തലയിലുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. കോട്ടയം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ അങ്കമാലിയിൽ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് പരിശോധിച്ച് സ്കാൻ ചെയ്തു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അമ്മ എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ തുടർന്ന് അവിടെ നിന്ന് തിരിച്ച് പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ദിവ്യഗാനത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അശരീരി പോലെ ദിവ്യഗാന ഈശോ എന്നോട് സംസാരിക്കുന്നതാണ് പ്രിയം നിറഞ്ഞവരെ ഞാൻ കേട്ടത്. ഈശോ സംസാരിച്ച് എങ്ങനെയാണ്, മോനെ, തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങയെ തടുക്കുവാനായിട്ട് നിൻ്റെ സാന്നിധ്യത്തിന് സാധിക്കും. നിൻ്റെ അമ്മയുടെ കൂടെയുള്ള നിൻ്റെ സാന്നിധ്യത്തിന് എൻ്റെ പ്രൊട്ടക്ഷനാണ്, എൻ്റെ സംരക്ഷണമാണ് നിൻ്റെ അമ്മയ്ക്ക് പരിപൂർണമായ സംരക്ഷണമായിട്ട് മാറുന്നത്. നിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ നിൻ്റെ സംരക്ഷണമോ അല്ല, ഞാനാണ് നിൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ടത്. ഈ തേങ്ങയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ, ഇനി തേങ്ങ വീണു അതിലൂടെ ഒരു കുഴപ്പവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ അമ്മയെ സംരക്ഷിക്കുക നിന്നെക്കൊണ്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതെനിക്ക് മാത്രമേ പറ്റുള്ളൂ. എൻ്റെ സംരക്ഷണമാണ് നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞവരെ. എൻ്റെ ജീവിതത്തിൽ ഈശോ എന്നോട് സംസാരിച്ച വളരെ ആഴത്തിൽ എന്നെ സ്പർശിച്ചൊരു നിമിഷമായിരുന്നത്. കാരണം എൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള എൻ്റെ പിതാവ് ഇതുപോലെ ചെന്നൈയിലേക്ക് പോകണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അതിനെ ബ്ലോക്ക് ചെയ്തത്, തടസ്സമായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ തടസ്സം തന്നെ ഈശോ എടുത്തു മാറ്റുകയാണ്. ഈശോയുടെ സംരക്ഷണമാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടതെന്ന് കൃത്യമായി ഈശോ എന്നെ പഠിപ്പിച്ചൊരു അനുഭവമായിരുന്നു പ്രിയം നിറഞ്ഞവരെ. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ സുപ്പീരിയേഴ്സ് എന്തു പറയുന്നു അത് നല്ല മനസ്സോടുകൂടി സ്വീകരിച്ച് അതനുസരിക്കുക എന്നുള്ള ഒരു വലിയൊരു കൃപ, ഒരു സന്ദേശം എനിക്ക് ലഭിച്ചത് ഈ അനുഭവത്തോടു കൂടിയാണ്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. നിറഞ്ഞവരെ, പറപ്പൂക്കരയിലെ എൻ്റെ അസിസ്റ്റൻ്റ് വികാരി ജീവിതത്തിന് ശേഷം ചെന്നൈയിൽ ഏകദേശം 6 വർഷത്തോളം ശുശ്രൂഷ ചെയ്യുവാൻ, ഒരു മിഷണറി വർക്ക് ചെയ്യുവാനുള്ള അവസരം തമ്പുരാൻ എനിക്ക് നൽകി. ആ മിഷണറി അവസര പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അവിടെ ഒരു ഇടവക രൂപീകരിക്കാനും ഒരു കൊച്ചു ദേവാലയം പണിയുവാനും ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തമായിട്ടുള്ളൊരു അനുഗ്രഹമാണ് എന്നെ സഹായിച്ചത്. അവിടെ പല ഇടവകകളും 25 വർഷത്തോളമായി ഇടവകയായിരുന്നിട്ടും ഒരു കൊച്ചു ദേവാലയം പോലും പണിയാൻ സാധിക്കാത്ത പല പള്ളികളും ഉണ്ടായിരുന്നിട്ടും ഒരു 4-5 വർഷം കൊണ്ട് ഒരു ഇടവക രൂപീകരിച്ച് ഒരു കൊച്ചു ദേവാലയം പണിയുവാനായിട്ട് ആ ദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് വേളയിൽ പോളി കണ്ണുകാടൻ പിതാവ് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പുറമേ നിന്ന് ദേവാലയം കണ്ടാൽ അത്ര വലിയ ഭംഗിയൊന്നും തോന്നില്ല, പക്ഷേ ഉള്ളിലേക്ക് കടന്നാൽ ഒരു സ്വർഗീയ അനുഭവം, ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കുമ്പോൾ ഒരു സ്വർഗീയമായ ഹൃദ്യമായ ഒരു ആനന്ദം ഉള്ളിൽ തെളിയുന്നു എന്ന് പിതാവ് എന്നോടിങ്ങനെ പറഞ്ഞത് ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്ന ഒരു സംഭവമാണ്. ചെന്നൈയിലെ എൻ്റെ മിഷണറി വർക്കിന് ശേഷം ഇഞ്ചക്കുണ്ട് എന്ന് പറയുന്ന ഇടവയിലേക്കാണ് ഞാൻ വികാരിയായിട്ട് സ്ഥലം മാറി വന്നത്. വളരെയധികം പ്രേക്ഷിത തീഷ്ണതയോടെ, അഗ്രമായ തീഷ്ണതയോടെ കൂടിയാണ് എല്ലാവരെയും ആത്മീയമായ കൃപയിൽ വളർത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇഞ്ചക്കുണ്ട് പള്ളിയിലേക്ക് വരുന്നത്. ഒക്ടോബർ മാസത്തിലുണ്ടായ ഒരു അനുഭവം, ഒരു സംഭവം, അതൊരിക്കലും മറക്കാത്തൊരു അനുഭവമാണ്. വീടുകളിലൂടെയൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അവസാനത്തെ യൂണിറ്റുകളിലേക്ക് ഞാൻ ജപമാലയ്ക്കായിട്ട് പോവുകയാണ്. എൻ്റെ ബൈക്കിൽ ഞാൻ പോകുമ്പോൾ ഒരു വലിയൊരു ഇറക്കത്തിൻ്റെ നടുവിൽ വെച്ചൊരു പട്ടി ബൈക്കിന് കുറുകെ ചാടുകയാണ്. എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല.
പട്ടിയിടിച്ചു. ഞാൻ റോട്ടിലേക്ക് വീണു. പട്ടി ഇടിച്ചതും വീണതും എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല. എഴുന്നേറ്റ് നിന്നാൽ പിന്നെ എനിക്ക് ഓർമ്മയുള്ളൂ. തൊട്ട് മുമ്പത്തെ യൂണിറ്റിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ജപമാല കഴിഞ്ഞ് വരുന്ന സമയം അവർ എന്നെ കണ്ടു. ഞാനിങ്ങനെ ആക്സിഡൻ്റ് ആവുന്നവർ കണ്ടു. ഓടി വന്ന് അവർ വേഗം എൻ്റെ തലയിലൊക്കെ തപ്പി നോക്കുകയാണ്. ഞാൻ വളരെ ആകാംക്ഷയോട് ചോദിച്ചു, നിങ്ങളെന്താ എൻ്റെ തലയിലൊക്കെ തപ്പി നോക്കുന്നത്? അച്ഛൻ പട്ടിയടിച്ച് തല റോട്ടിലടിച്ച് 3 മറിച്ചിൽ മറിഞ്ഞിട്ടാണ് അച്ഛൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അവർ തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള വലിയ ആകാംക്ഷയോടുകൂടിയാണ് അവരെൻ്റെ തലയിലൊക്കെ തപ്പി നോക്കിയിരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ കൈ വട്ടമൊടിച്ചത് 2 സ്റ്റീൽ റോഡ് കൈമിട്ടിരിക്കുകയാണ്. ഈ വട്ടമുടി അതുമാത്രമാണ് ഒരു ആക്സിഡൻറ്റ്. പിന്നെ ദേഹത്താകെ പരിക്കുകൾ. വേഗം അവർ വണ്ടി വിളിച്ച് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് വന്ന് നൈറ്റിൽ തന്നെ കൈയുടെ ഓപ്പറേഷൻ നടത്തി. പിറ്റേ ദിവസം രാവിലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കൂടെ എൻ്റെ അമ്മയുണ്ട്. ഏകദേശം ഒരു 9:45 സമയത്ത്, രാവിലെ 9:45 സമയത്ത് എൻ്റെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു സിസ്റ്ററാണ് വിളിക്കുന്നത്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഉടനെ ആ സിസ്റ്റർ ചോദ്യമാണ്, അച്ഛന് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയോ? അച്ഛൻ ഹോസ്പിറ്റലിലാണോ? ഞാൻ ആ സിസ്റ്റർ അറിയും, പക്ഷേ എൻ്റെ വീട്ടുകാർ ആരും തന്നെ ആ സിസ്റ്റർ അറിയില്ല. പിന്നെ എങ്ങനെ ഈ സിസ്റ്റർ ഇത് മനസ്സിലായി എന്ന് ചോദിച്ചുകൊണ്ട് സിസ്റ്റർ ഇതെങ്ങനെ സിസ്റ്റർക്ക് മനസ്സിലായി ചോദിച്ചപ്പോൾ സിസ്റ്റർ അടുത്ത എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു ചോദ്യം, അച്ഛന് ഇന്നലെ ഇന്ന സമയത്താണോ ആക്സിഡൻറ്റ് പറ്റിയത്? കറക്റ്റ് ടൈമാണ് സിസ്റ്റർ പറഞ്ഞത്. ഞാൻ വീണ്ടും ആകാംക്ഷയോട് ചോദിച്ചു, സിസ്റ്റർക്ക് വല്ല ദർശനം കിട്ടിയോ? ഉടനെ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, ഇന്നലെ ഈ സമയത്ത് ഞാൻ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥനാനിരതയായിരിക്കുമ്പോൾ ജപമാല കയ്യിലെടുത്ത് 1-ാം രഹസ്യം കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഈശോ ഒരു ദർശനം കാണിച്ചു തന്നു. അച്ഛനിങ്ങനെ ഇടവകയിൽ ആത്മീയമായ തീഷ്ണതയിൽ ആളുകളെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു നിൽക്കാൻ തിന്മയ്ക്ക് സാധിക്കുന്നില്ല. തിന്മ ഒരു ഭീകര രൂപമായി അച്ഛനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് ഞാൻ ദർശനത്തിൽ കണ്ടത്. അവിടെ പരിശുദ്ധ അമ്മ തൻ്റെ നീല കാപ്പയുടെ കീഴിൽ അച്ഛനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഔസേപ്പ് പിതാവും കൊച്ചുരഹസ്യ പുണ്യവതിയും അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ദിവ്യകാരുണ്യ ഈശോ എനിക്ക് കാണിച്ചു തന്ന ദർശനമാണിത്. എന്ന് പറഞ്ഞവരെ, സിസ്റ്റർ ഈ ഫോണിൽ കൂടെ പറഞ്ഞ ആ നിമിഷമാണ് ഇത് പരിശുദ്ധ അമ്മയുടെ ശക്തമായൊരു സംരക്ഷണവും ദിവ്യകാരുണ്യ ഈശോയുടെ വലിയൊരു അനുഗ്രഹമാണ്. ഈ വലിയൊരു വിപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായി. അതുവരെ ഞാനൊരു ബൈ ചാൻസായി യാദൃശ്യമായി സംഭവിച്ചൊരു അപകടം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും ദിവ്യകാരുണ്യ ഈശോയുടെ വലിയൊരു കൃപയുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ സിസ്റ്ററിൻ്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. എന്ന് പറഞ്ഞവർ, അതിനുശേഷം 3 മാസം ഞാൻ റെസ്റ്റ് ചെയ്തു. ഈ 3 മാസം ഈശോ എന്നെ ഒരു പ്രാർത്ഥനയുടെ 3ാമത്തെ രീതി എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ റെസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരാഴ്ച മുഴുവൻ ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുഴുവൻ പരാതിയും പരമ്പുമായിരുന്നു. എന്തുമാത്രം തീഷ്ണതയോടുകൂടിയാണ് ഞാൻ ഇടവകയിലേക്ക് വന്നത്. ആളുകളെയെല്ലാം ആത്മീയമായി ഒരുക്കാൻ എന്തുമാത്രം പ്ലാനിങ്ങോടുകൂടി വന്നു. കർത്താവേ, നീ ഒരു ചതി എന്നോട് ചെയ്തല്ലോ, ഇതുപോലെ തന്നെ തട്ടിയിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പരിഭവവും പരാതിയും ആദ്യത്തെ ഒരാഴ്ചയിൽ. അതിനുശേഷം ഞാൻ ശാന്തമായിട്ട് ഈശോയെ നോക്കിയിരിക്കാൻ തുടങ്ങി. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഈശോ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. പറയുന്ന പറഞ്ഞവരെ, ഇത്രയും നാളും നിൻ്റെ ജീവിതത്തിൽ നീ പ്രവർത്തനങ്ങളെ തിരക്കിലായിരുന്നു. ഇതാ ഇനി ഈ കുറച്ച് ദിവസം നീ എന്നെ കേൾക്കുക എന്ന് ഈശോ എന്നോട് പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞവരെ, സഭ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. 3 പ്രാർത്ഥന രീതികൾ പഠിപ്പിക്കുന്നുണ്ട്. ആ 3 പ്രാർത്ഥനാ രീതിയിൽ 2 പ്രാർത്ഥനാ രീതിയും നമ്മൾ ആ രീതിയിലൂടെ കടന്നു പോകുന്നുണ്ട്. 1ാമത്തെ രീതി വോക്കൽ പ്രയർ, വാചിക പ്രാർത്ഥന, വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 2ാമത് മാനസിക പ്രാർത്ഥന, നമ്മുടെ മനസ്സുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. 3ാമത്തെ രീതി പലപ്പോഴും നമ്മൾ ആ പ്രാർത്ഥനാ രീതി ഉപയോഗിക്കാറില്ല. 3ാമത്തെ രീതി കൂടിയാണ്. അതിൻ്റെ പേരാണ് ഗാഢധ്യാന പ്രാർത്ഥന. ഗാഢധ്യാന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നതിനെ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ 3ാമത്തെ രീതിയിലേക്ക് ഉയരുവാനും വളരുവാനും നമുക്ക് സാധിക്കാറില്ല. എൻ്റെ ഈ ഒരു അപകടം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ 3ാമത്തെ രീതി മനസ്സിലാക്കുവാനായിട്ട് എന്നെ സഹായിച്ച ഒരു അനുഭവമായിരുന്നു. ദൈവം എന്നോട് സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ എൻ്റെ ഇഷ്ടങ്ങൾക്കുപരി ദൈവേഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വലിയൊരു കൃപ തമ്പുരാൻ എനിക്ക് നൽകിയ മാസങ്ങളായിരുന്നു. റെസ്റ്റ് ചെയ്ത എൻ്റെ സഹനത്തിലൂടെ ആ യാത്രയിൽ 3 മാസം റെസ്റ്റ് ചെയ്ത ആ ദിവസങ്ങൾ ഈ ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് ദൈവം എന്നെ ഉയർത്തി. പിന്നീട് അങ്ങോട്ട് പ്രിയം നിറഞ്ഞവരെ, എൻ്റെ ജീവിതത്തിലുടനീളം തമ്പുരാൻ്റെ ശക്തമായിട്ടുള്ളൊരു നിർദ്ദേശങ്ങളുടെ വഴിയിലൂടെ ചരിക്കുവാൻ, ദിവ്യകാരുണ്യ ഈശോ പറഞ്ഞു തരുന്ന വഴികളിലൂടെ ചരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ വലിയൊരു അനുഗ്രഹമായി കരുതുകയാണ്. ഈ സഹനത്തിൻ്റെ കാലഘട്ടം ഈ ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് വളരുവാനും ഉയരുവാനും ദിവ്യകാരുണ്യ ഈശോ എന്നെ സഹായിച്ചത് ഇപ്പോഴും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. പ്രിയ നിറഞ്ഞവരെ, ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി
ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. പ്രിയ നിറഞ്ഞവരെ, ഞാനിപ്പോൾ ആയിരിക്കുന്ന കടുപ്പശ്ശേരി ഇടവക ദേവാലയത്തിലെ തിരുഹൃദയ ദേവാലയത്തിലെ എന്നെ ഏറ്റവും ആകർഷിച്ച ആശയം ഉൾക്കൊള്ളുന്ന ഒരു രൂപത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദിവ്യകാരുണ്യമായ ഈശോയുടെ നടുവിൽ ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു കൊച്ചു മിനിയേച്ചർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ശൂന്യവൽക്കരണത്തിൻ്റെ സ്നേഹം ആ തിരുഹൃദയത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കൊത്തുരൂപം. എന്ന് പറഞ്ഞവർ, ഈ 17 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ദിവ്യകാരുണ്യമായ ഈശോയുടെ സ്നേഹമാണ് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കുവാൻ എന്നെ അനുവദിച്ചിട്ടുള്ളത്. ഒരമ്മച്ചിയുടെ സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഈശോ എന്നെ ഉപകരണമാക്കിയൊരു അനുഭവം. മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ വിഷമിച്ച് അമ്മച്ചി എൻ്റെ അടുത്ത് കരഞ്ഞു പറയുമ്പോൾ ഞാൻ ഈശോയുടെ മുമ്പിൽ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഞാൻ ഒറ്റ കാര്യം ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. ആ ഇടവകയിൽ വെച്ച് എനിക്ക് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരുത്താൻ ഈശോയെ എന്നൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈശോയുടെ മുമ്പിൽ വൈകുന്നേരങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഒരു വൈകിട്ട് ഈ അമ്മച്ചെന്നെ വിളിച്ചു, അച്ഛാ, ഈ കുഞ്ഞ്, എൻ്റെ മോൻ ഇവിടെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ കാണിക്കുന്നു, അച്ഛനൊന്ന് വേഗം വരണം വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി, വേഗം അവനെയും കൊണ്ട് പള്ളിയിലേക്ക് പോരെ, അച്ഛനിപ്പോൾ കളി കഴിഞ്ഞ് കുളിക്കാൻ പോവുകയാണ്, കൊണ്ടുപോരെ എന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് കുറച്ച് അവൻ്റെ ബന്ധുക്കളായ കുറച്ച് പേർ അവനെയും കൊണ്ട് പള്ളിമേടയിലേക്ക് വന്നു. അവനാകെ അസ്വസ്ഥമായിട്ട് ഒരു ഒബ്സസ്ഡമായിട്ടുള്ള അവസ്ഥയിൽ അവനിങ്ങനെ ആകെ പിച്ചുമ്പയും പറയുകയും വളരെ എന്താ പറയുക അസ്വസ്ഥകരമായ രീതിയിൽ കൈയും കാലും ഇട്ട് ചലിപ്പിക്കുന്ന അവസ്ഥയിലാണ് അവർ കൊണ്ടുവരുന്നത്. ഞാൻ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഒരു നിമിഷം ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്ന് തലയിൽ കൈവച്ച് കുരിശ് വരച്ചു, നെറ്റിയിൽ കുരിശ് വരച്ച് ഒരു ബന്ധന പ്രാർത്ഥന ചൊല്ലി അവനെ ആശീർവദിച്ച് അവന് അന്നം വെള്ളം കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കണ്ണു തുറന്നു. അവന് സുബോധം വീണ്ടും കിട്ടിയവൻ പറഞ്ഞു, ഞാൻ എവിടെയാണ് എന്ന് പറഞ്ഞ് അവനെ നോക്കുന്ന എന്നെയാണ്. അച്ഛൻ ഞാനെന്ത് ഇവിടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നീ എന്തൊരു അസ്വസ്ഥകരമായ ജീവിതത്തിലൂടെ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈശോ നിന്നെ തൊട്ടിട്ടുണ്ട്, ഈശോ നിന്നെ സ്പർശിച്ചു. നിൻ്റെ ജീവിതം, ഇനിയുള്ള നിൻ്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായിട്ട് നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് വരണമെങ്കിൽ ഈശോയിലേക്ക് കടന്നു വരാൻ പറയുകയാണ്. അവൻ പിറ്റേ ദിവസം രാവിലെ വന്ന് നല്ലൊരു കുമ്പസാരം നടത്തി. ഞാൻ ആ ഇടവകയിൽ നിന്ന് മാറുന്നവരെ എൻ്റെ ഓൾട്ടറിൽ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ വലം കൈയായിട്ട് ഈശോയുടെ സന്നിധിയിൽ ഞാൻ മാറുന്നു വരേണ്ടായിരുന്നു. ഇന്ന് അവൻ പുറത്ത് ഒരു പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന നല്ല ഭക്തിയുള്ളൊരു ചെറുപ്പക്കാരനായി ജീവിക്കുകയാണ്. എന്ന് പറഞ്ഞവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ അനുഭവം കൂടി ഷെയർ ചെയ്യുന്നത്. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവിടുത്തെ കരങ്ങളിൽ ഒരു ഉപകരണമായി ദൈവം നമ്മെ മാറ്റും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.